Okay, so hi everyone. Today we are going to see maps. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാപ്പാണ്. The maps below show Coco Island as it now and plans for how it will be developed over the next 5 years. താഴെ തന്നിരിക്കുന്നത് മാപ്പുകൾ എന്താണ് കൊക്കോ ഐലൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പ്ലാൻ എന്താണ്, 5 വർഷത്തിന് ശേഷം അതെങ്ങനെ ഡെവലപ്പ് ആകും എന്ന് ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഇവിടെ പിക്ചറിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് മാപ്പ് എന്ന്. ഇതിനകത്ത് കമ്പാരിസൺ നമ്പർ കമ്പാരിസൺ ഇല്ല, അതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. ഇത് ബിഫോർ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ, ഇപ്പോഴെങ്ങനെയാണ്, കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. എപ്പോഴും നമ്മൾ ഡയറക്ഷൻസ് നോക്കണം. മാപ്പിനകത്ത് ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് മേളിൽ നമ്മളൊരു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മേളിലോട്ട് വരച്ചാൽ അത് നോർത്ത്, താഴെ സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇത് ഡയറക്ഷൻസ് ആണ്. റൈറ്റ്, ലെഫ്റ്റ്, ഓപ്പോസിറ്റ്, ബിസൈഡ്, നെക്സ്റ്റ്, എല്ലാ കാര്യങ്ങളും സൈഡുകൾ, ഡയറക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാപ്പിൽ, പ്രത്യേകിച്ച് ദിക്കുകൾ. സോ നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാപ്പിനകത്ത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്കെയിലാണ്. ഈ സ്കെയിൽ 200 മീറ്ററിൻ്റെ സ്കെയിലാണ്. ഈ സ്കെയിൽ എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരം ഉണ്ട് എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ 200 മീറ്റർ എടുത്ത് വെച്ചാൽ ഇത് 200 മീറ്റർ ഉള്ള അതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. 200 മീറ്ററിൻ്റെ സ്കെയിലാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 200 മീറ്റർ ഇവിടെ, 200 മീറ്റർ ഇവിടെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ചെറിയ ഐലൻഡിനെ നമ്മൾ ഇപ്പം ഒരു മെഷർമെൻറ്റിനാണ്. അത് വലിയ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. അത് എങ്ങനെയാണ് ആ ഇമ്പോർട്ടൻസ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കാം എന്നുള്ളത് പറയാം. ഇനി നമ്മൾ കാണാനുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻസ് ആണ്. അപ്പോൾ ബീച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ബീച്ച് ഏത് ഭാഗത്താണ്? അപ്പോൾ ബീച്ച് എന്ന് പറയുന്ന സാധനം നമ്മളുടെ വെസ്റ്റ് പാർട്ടിലാണ്, ഐലൻഡിൻ്റെ വെസ്റ്റ് പാർട്ടിലാണ് ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബീച്ചല്ല, രണ്ടാമതൊരു ബീച്ച് കൂടി ഉണ്ട്. ഇത് ഒരു രൂപത്തിലിരിക്കുന്ന ബീച്ച്, ഇവിടെ വേറൊരു രൂപത്തിലിരിക്കുന്ന ബീച്ച്. ഓക്കെ, ഇവിടെ ഈ ബീച്ച് എങ്ങനെ, ഏത് സൈഡിലായിരിക്കുന്നത്? ഇപ്പൊ ഇത് വെസ്റ്റ് ആണെങ്കിൽ ഇത് സൗത്ത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഈ ബീച്ച് ഇരിക്കുന്നത്. ഓക്കെ, തെക്ക് കിഴക്കായിട്ടാണ് നിൽക്കുന്നത്. ബാക്കി ചുറ്റും കടലാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് തെങ്ങുകൾ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ പന നിൽപ്പുണ്ട്, അത്രയേ ഉള്ളൂ. ചെറിയൊരു ഐലൻഡാണ്. 200 മീറ്റർ വിസ്തൃതി വെച്ച് നോക്കുവാണെങ്കിൽ അത് വളരെ ചെറിയൊരു ഐലൻഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് എന്താണ് 5 വർഷത്തിന് ശേഷം ഉള്ളത്? 5 വർഷത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു പയർ ഇവിടെ സ്ഥാപിക്കുകയാണ്. പയർ ഈ വള്ളങ്ങൾ ബോട്ടുകൾ വന്നെടുക്കാൻ വെളിയിൽ അടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ആൾക്കാർക്ക് നടന്നു പോകാം. അപ്പൊ ചെറു വള്ളങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഇവിടെ വന്നെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പയർ പണിതാൽ അവിടെ വലിയ വലിയ വള്ളങ്ങൾക്ക് വന്നിട്ട് അവിടെ ആളെ ഇറക്കിയിട്ട് ഐലൻഡിലോട്ട് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പയറുകളുണ്ടായത്. അപ്പം നമ്മൾ പിക്ചർ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഒരു വഴി ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ റിസപ്ഷൻ നമ്മളുണ്ട്. പിന്നീട് ഇവിടെ കുറച്ച് വില്ലാസ് പണിയുന്നുണ്ട്. ആ വഴി
ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ ഒരു വഴി അങ്ങോട്ട് പണിയുന്നു, അവിടെ റെസ്റ്റോറന്റ് ഉണ്ടാക്കുന്നു, ഇവിടെ കുറച്ച് വില്ലാസ് ഉണ്ടാക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ബീച്ച് ഇവിടുത്തെ ഉള്ള ബീച്ചിനെ ഒരു സ്വിമ്മിങ് ഏരിയയും കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പ്ലാനിലുള്ളത്. അതൊക്കെ പ്ലാനിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മളുടെ മാപ്പ്. നമ്മുടെ ഐലൻഡ് ഇങ്ങനെ ഇരിക്കും, ഇതിന്റെ അപ്പിയറൻസ് ഇങ്ങനെ ഇരിക്കും. ഈ ഐലൻഡില് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അതാണ് നമ്മളുടെ ടാസ്ക് ഇവിടെ. അപ്പോ വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് ആകെ നമ്മൾ നോക്കേണ്ടത് ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ നോർത്ത്, വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ്, ഓപ്പോസിറ്റ്, അതർ സൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ ഈ ടാസ്കിന്റെ ടെൻസ് ആണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഹൗ ഇറ്റ് വിൽ ബി ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. അപ്പൊ രണ്ട് കാലങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇനി ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നിങ്ങളിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ ടെൻസുകൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡയറക്ഷൻസ്. രണ്ട് പറയുന്നത് ടെൻസ് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഈ സാധനം ഒന്ന് ഇവിടെ തന്നെ എഴുതാം, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ഇരിക്കുന്നു. Changes which are expected to in Coco Island. സി ക്യാപിറ്റൽ ഇടണം. സാധനം പ്രോപ്പർ നയം ആയതുകൊണ്ട് സിയും ഐയും ക്യാപിറ്റലാണ്. പേരുകൾ പറയുമ്പോൾ ചേഞ്ചസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ഇൻ കൊക്കോ ഐലൻഡ് in the next 5 years after its development when compared to its present outlay are picturized in the given say portrayed changes which are expected in the Coco Island in the next 5 years after its development when compared to its present outlay are portrayed in the given maps. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമാണ് ഞാനിവിടെ എന്താണ് എഴുതിയേക്കുന്നതെന്ന്, എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മാപ്പിലെ ഹിന്റ് കൊടുത്തു. എവിടെയാണ് മാപ്പുകളിൽ തന്നിരിക്കുന്നത് എന്താണ്? ചേഞ്ചസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ഇൻ ദ കൊക്കോ ഐലൻഡ് ഇൻ ദ നെക്സ്റ്റ് 5 years after its development when compared to its present outlay are portrayed in the given maps.
overall, it is clear that this overall മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ it is clear that this uninhibited island, uninhibited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ താമസമില്ലാത്ത ഐലൻഡ്, is projected to become, അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. എന്താ പ്രൊജക്ട് മീൻസ് എക്സ്പെക്റ്റഡ്, പ്രൊജക്റ്റഡ്, ആന്റിസിപ്പേറ്റഡ് എന്നൊക്കെ ഉള്ള പദങ്ങളാണ് ഫ്യൂച്ചറിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ. It is projected to become a small tourist hub over the period. അപ്പോൾ ഒരു ചെറിയ ടൂറിസ്റ്റ് ഹബ് ആകും, അതിനുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാമത്തെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഫസ്റ്റ് പാരഗ്രാഫ്. അതായത് ഫസ്റ്റ് പാരഗ്രാഫ് ഞാനിവിടെ പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ്, വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ. It is clear that വ്യക്തമാണ് at present ഇപ്പോൾ the only attraction of the islandന്റെ ഒരേ ഒരു attraction എന്താണ്, is the crescent shaped beach which is located at the west. ചന്ദ്രക്കല രൂപത്തിലുള്ള ബീച്ച് അതെവിടെയാണ്, പടിഞ്ഞാറ് വശത്ത്. അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു ഐലൻഡിന്റെ പടിഞ്ഞാറ് വശത്ത്. ഓക്കെ,
There is another beach which extends from south towards the east. സൗത്തിൽ നിന്ന് ഈസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വേറൊരു ബീച്ചും കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അറ്റ് പ്രസന്റ് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി എനിക്ക് അടുത്ത ചേഞ്ചസിലേക്ക് പോവുകയാണ്. Okay, turning to the anticipated plan of island development. Island development anticipated പ്ലാനിലോട്ട് പോവുകയാണെങ്കിൽ the first is the construction of the pier. Pier ആണ്. Pier എന്താണ്? ഈ സാധനം. Okay, so which can എന്നാ പറഞ്ഞേക്കണേ, which can welcome tourists from big yachts. വലിയ പായ്ക്കപ്പലുകൾ വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളെ ഐലൻഡിലോട്ട് വെൽക്കം ചെയ്യാൻ പറ്റുന്ന ഫയർ ആണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് 200 മീറ്റർ ആണെങ്കിൽ ഇതിന്റെ പകുതി ഇവിടെ വരും 100 മീറ്റർ. ഓക്കെ ഓക്കെ, ഇതിന്റെ പകുതി വരും 50 മീറ്റർ. അപ്പൊ ഏകദേശം 50 മീറ്ററോളം ദൂരം ഈ പയറും ഐലൻഡും തമ്മിലുണ്ട്. അപ്പൊ ഇതിനാണ് ഈ സ്കെയില് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് യൂസ് ചെയ്ത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം.
Okay, a reception desk is planned at the south, which can welcome the tourists to the island resort. Reception desk സൗത്തിലെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് റിസപ്ഷൻ ഡെസ്ക് കണ്ടു. ഇനി റിസപ്ഷൻ ഡെസ്കിൽ നിന്ന് നമുക്ക് എന്താണ് ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഉള്ളത്? ബീച്ച് വില്ലാസും ഐലൻഡ് വില്ലാസും. ഓക്കെ, so to accommodate the visitorsനെ accommodate ചെയ്യാൻ 6 island villas would be constructed towards the east of the island. 6 island villas വരും ഈസ്റ്റിലേക്ക്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ 4 ബീച്ച് വില്ലാസും വരും നിയർ ടു ദ ക്രസന്റ് ഷേപ്ഡ് ബീച്ച്. ക്രസന്റ് ഷേപ്ഡ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ബീച്ചിനടുത്ത് 4 ബീച്ച് വില്ലാസ് വരും. ഓക്കെ, so between these accommodation, ഈ അക്കോമഡേഷന്റെ നടുക്ക് towards the northeast of the Coco Island, Coco Islandന്റെ നോർത്ത് ഈസ്റ്റ് പാർട്ടിലോട്ട് എ റെസ്റ്റോറന്റ് ഈസ് പ്ലാൻഡ്, ഒരു റെസ്റ്റോറന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നു. which can cater the visitorsനെ cater ചെയ്യും. Okay.
So the highlight is the development of the swimming area at the beach towards the west. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ കൊടുത്തു, ഓവർവ്യൂ കൊടുത്തു, ഇപ്പോഴത്തെ കണ്ടീഷൻ പറഞ്ഞു, ഡെവലപ്മെന്റ് എല്ലാം പറഞ്ഞു. ഞാൻ ടോട്ടലി എഴുതിയപ്പോൾ 10-200 വാക്ക് ഞാനിവിടെ, ഞാൻ ചെറിയ ഫോണ്ടിലായതുകൊണ്ട് 10-200 വാക്ക് ഇവിടെ ഉണ്ട്. അത് എനിക്ക് 200 വാക്കിൽ താഴെയായിട്ട് വേണം എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി റിയൽ. അപ്പം അത് 2-3 വേർഡ്സ് എനിക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ വേർഡ്സ് കുറയും തോറും നമ്മൾ 150 വേർഡ്സിലോട്ട് കുറച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഫോർമൽ ആകും. ഓക്കെ, താങ്ക് യു. ആൻഡ് ദാറ്റ് ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ മാപ്സ്. മാപ്പുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ പഠിച്ചു. ഡയറക്ഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ. ഓക്കെ, താങ്ക് യു.